നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തോറ്റപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണ് സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ശേഷം CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലെ സ്വകാര്യ ബസ് ഉടമകളുടെ അവസ്ഥ? ഇപ്പോഴും അവർ ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? ഈ സർക്കാരിലും ഈ സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സമീപനങ്ങളിലും അവർ സംതൃപ്തരാണോ? അല്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പല സ്വകാര്യ ബസ് ഉടമകളുടെ ശബ്ദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരു സർക്കാരല്ല ഇതൊന്നും, ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ഗണേഷ് കുമാർ എന്നും LDF സർക്കാർ എന്നും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു മാസം കൊണ്ട് തന്നെ CP ജോണിനും ഒപ്പം UDF സർക്കാരിനും സ്വകാര്യ ബസ് ഉടമകളെയും ജീവനക്കാരെയും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ പോരായ്മ എന്ന് പറഞ്ഞു വെക്കട്ടെ. എന്താണ് അതിലേക്ക് വഴിവെച്ച സാഹചര്യം? KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. ഇപ്പോൾ സ്ത്രീകൾ മുഴുവൻ സ്വകാര്യ ബസ് വന്നാൽ കയറില്ല, KSRTC ബസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. എന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. അത് കൊടുക്കണ്ട എന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഈ സൗജന്യ യാത്ര മൂലം KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ സർക്കാർ 600 കോടിയോളം രൂപയാണ് KSRTCക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കും ആ പൈസ തരൂ, ഞങ്ങളും ഈ പറയുന്നത് പോലെ വനിതകൾക്ക് സൗജന്യമായിട്ട് യാത്ര സ്വകാര്യ ബസ്സിൽ നൽകാം എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ ഓർഡിനറി ബസ്സിൽ മാത്രമാണല്ലോ ഇപ്പോൾ ഈ യാത്ര അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഗുണം എല്ലാ ഭാഗത്തുള്ള സ്ത്രീകൾക്കും ലഭിക്കുന്നില്ല. അപ്പൊ അതെല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടിക്കെട്ടലിന്റെ വക്കിൽ എത്തുമെന്നുള്ള കാര്യം കൂടി, ഒരു ആശങ്ക കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് അവരുടെ ബസ്സിൽ സ്ത്രീകൾ കയറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പല സ്റ്റാൻഡുകളിലും ഒക്കെ കഴിഞ്ഞ ദിവസം പോയെന്ന് അന്വേഷിച്ചു. തൃപ്പൂണിത്തുറ സ്റ്റാൻഡിലെ കുറച്ച് ജീവനക്കാരും അതുപോലെ തന്നെ ഉടമകളും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്റ്റാൻഡിലൊന്നും ഒരു ഒറ്റ മനുഷ്യനില്ല എന്നുള്ളതാണ്, ഒറ്റ സ്ത്രീകളില്ല എന്നുള്ളതാണ്. ഇനിയുള്ള സ്ത്രീകളൊക്കെ KSRTC ബസ് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, അതിലേക്ക് ഓടിക്കേറി അവർ പോവുകയാണ്. അവരുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നും തന്നെ വണ്ടി ഓടിയിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല, മിച്ചം പൈസ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അവിടെ വെച്ച് ഒരു ഉടമയെ കണ്ടുകിട്ട ബസ് ഉടമയെ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കാണാമെന്ന്. ഇന്നലെ ചിലപ്പോൾ പലരും കണ്ടു കാണും, എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ മാത്രം ആ ഒരു പ്രതികരണം ഒന്ന് കാണാം. വളരെ മോശമാണ്. മാത്രം ഞാൻ ബസിന്റെ ഓണറും കൂടിയാണ്. ഇപ്പൊ എന്റെ 2 ജീവനക്കാരെ ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളെ ശേഷം ഞാൻ എന്റെ മകനെ അവനെ കണ്ടക്ടർ ആക്കിയേക്കാം. കണ്ടക്ടർ ലൈസൻസ് എടുത്ത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. അപ്പൊ 2 ജീവനക്കാരുടെ കഴിഞ്ഞ ടൈമുകളിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഇത് വളരെ രൂക്ഷമായിട്ട് രീതിയിൽ നമ്മൾ ഈ ടാക്സ് എടുക്കാനും ഡീസൽ അടിക്കാനൊക്കെ പൈസ ഒരു പരിമിതിയില്ലേ എല്ലാത്തിനും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടാലും കുന്നാണെങ്കിലും എടുക്കുമ്പോ കൊഴിഞ്ഞു പോകൂലേ, ആ ഒരു ഇതിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരേ ലൈസൻസ് കൊള്ളാന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നിന്നു പോകും, ഈ പ്രസ്ഥാനം നിന്നു പോകും. പല ആട്ടം കൂടെ കോഴിക്കോടൊക്കെ ആക്കി വയ്ക്കേണ്ടി വരും. സമരം നടത്തിയത് എത്രത്തോളം വിജയിക്കും അറിയില്ല. ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എത്രയോ പേര് ഇതിൽ നിന്ന് അരി വാങ്ങിച്ചു പോണ കുടുംബം പോറ്റാനേ എത്രയോ ജീവനക്കാരായി പ്രൈവറ്റ് വണ്ടിനെ ആശ്രയിക്കണേ. അവരെല്ലാം ബുദ്ധിമുട്ടിലായേക്കാം. സർക്കാർ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സങ്കടം ഒരുപാട് സങ്കടം ഉണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് പറയണ ബദൽ മാർഗം കാണാന്ന് പറയുന്നത് എന്താ അതിനെ പറ്റി പറയാൻ? അതിന്റെ മാർഗം പുള്ളി തന്നെ പറഞ്ഞു തരണം ഞങ്ങൾക്ക്. ഞങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കും? നമുക്ക് ഇതിനകത്ത് ഈ കള്ളക്കടത്ത് നടത്താൻ പറ്റുമോ? പറ്റില്ല. വേറെ എന്താ പറയാ, മദ്യശാല നടത്താൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ അതിനൊരു മാർഗം എന്താണെന്ന് പുള്ളി തന്നെ ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരിക്കും. നിഷ്കളങ്കമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി കേട്ടോ. കാരണം അത്രത്തോളം ഹൃദയഭേദകമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നുള്ളതാണ്. ഉപജീവന മാർഗം നിൽക്കാൻ പോകുന്നു, അദ്ദേഹത്തിന്റെ ബസ്സിന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയാത്ത സാഹചര്യം. അങ്ങനെ മൊത്തത്തിൽ ആശങ്കയിലാണ് ആ മേഖലയിലുള്ള ആളുകൾ എന്നുള്ളതാണ്. ഇത്തരം ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ നിർത്തിപ്പോയാൽ അത് പൂട്ടിക്കെട്ടലിന്റെ വക്കിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരെയാണ് ബാധിക്കുക? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. VD സതീശനെ പോലുള്ള ആളുകൾക്കൊന്നും ഇതൊരു പ്രശ്നമായിരിക്കില്ല. കാരണം VD സതീശനൊക്കെ 24 മണിക്കൂറും AC ഇട്ട കാറിൽ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാനുള്ള, സാധാരണക്കാരുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം എന്താണ് ചെയ്യുക? അതായത് KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ സ്വകാര്യ ബസ് ഉടമകൾ മൊത്തത്തിൽ തകർന്നടിയുമെന്നും ആ മേഖല കെട്ടിപ്പോകുമെന്നും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ആ മേഖലയ്ക്കും കുറച്ച് തുക കൊടുത്തുകൊണ്ട് ആ ബസ്സിലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കട്ടെ എന്നൊരു പ്രഖ്യാപനമല്ലേ നടത്തുക. പക്ഷെ അതിവിടെ അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം
ഇത്തരത്തിൽ ഈ സ്വകാര്യ ബസ് ഉടമകൾ അവർ സർവീസ് നടത്തുന്നു, അവർ ഇനി ഓടുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വലിയൊരു അപകടം കൂടി നമ്മളെ കാത്തിരിക്കുന്നത്. അതെന്താണ്? KSRTC ബസ് കൂടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നീട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ KSRTC മേഖല തകർന്ന് തരിപ്പണമായി തന്നെയാണ് കിടക്കുന്നത്. അതിന്റെ മുകളിലേക്കാണ് ഒരു വലിയ കല്ലെടുത്ത് VD സതീശൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC എന്ന് പറയുന്ന ആ മേഖല കൂടി അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തും. അപ്പോൾ പിന്നെ ഇവിടെ ബസ്സുകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ സാഹചര്യത്തിലേക്ക് മാറിയാൽ പിന്നീട് വല്ല കാളവണ്ടിയൊക്കെ നോക്കല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് VD സതീശൻ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ കാര്യഗൗരവത്തോടെ ഇടപെടുകയും CP ജോണൊക്കെ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ ഇടപെട്ടുകൊണ്ട് അവരുടെ കണ്ണുനീര് ഒപ്പുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ അവർ വേറെ എന്തെങ്കിലും പണി, ഒരു സൈഡായിട്ടുള്ള എന്തെങ്കിലും പണി ബസ്സിൽ തന്നെ കണ്ടെത്തട്ടെ എന്ന് പറയുന്നതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉടമകൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ആ പ്രതികരണത്തിൽ നിന്ന് കേട്ടല്ലോ, ആ ഉടമ പറഞ്ഞ പ്രതികരണങ്ങളിൽ നിന്ന് കേട്ടല്ലോ. ഇത്തരത്തിലുള്ള അപഹാസ്യമായിട്ടുള്ള മറുപടികൾ, പ്രതികരണങ്ങളൊക്കെ മന്ത്രിമാർ നടത്തി സത്യത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ വെറും ഒരു കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ കാണിക്കരുത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം നല്ല മികവുറ്റ മന്ത്രിമാരുടെ മികവുറ്റ വികസനങ്ങൾ, മികവുറ്റ മാതൃകകളൊക്കെ കണ്ട ജനങ്ങളാണെന്ന് കേരളത്തിലുള്ളത്. അവരുടെ മുമ്പിലേക്കാണ് നിങ്ങൾ 80കളിൽ എന്തിന് 70കളിലേക്ക് നിങ്ങൾ ഓരോ മോഡൽ ഇവിടെ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത്. ഇവിടെ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അവരെ ഇനിയും നിങ്ങൾ ഇതുപോലെ വഴിയാധാരമാക്കിക്കൊണ്ട് അവരെ നിങ്ങൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം സ്വീകരിക്കരുത്. അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അവരെ നിങ്ങൾ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവർക്കും ഈ പറയുന്നത് പോലെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഈ സർക്കാർ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല, അതായത് VD സതീശനും CP ജോണിനും ഒക്കെ മാത്രമല്ല ഭാര്യയും മക്കളും ഒക്കെ ഉള്ളത്. അവർക്കും ഉണ്ട് ഈ പറയുന്ന പോലെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും പഠിക്കുന്ന കുട്ടികളും ഒക്കെ. അവർക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ഈ പറയുന്നത് പോലെ അവരെയൊക്കെ നോക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് മറന്നു പോകരുത് ഈ സർക്കാർ. കാരണം 102 സീറ്റിലാണ് ഈ സർക്കാരിനെ ജയിപ്പിച്ച് ജനങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല ഇതിലേക്ക്. അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെടുകയും കാര്യഗൗരവത്തോടെ ഇടപെട്ടുകൊണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യണം. പ്രതിപക്ഷം അതിശക്തമായി തന്നെ ആ സ്വകാര്യ ബസ് ഉടമകൾക്ക് വേണ്ടിയുള്ള, അവർക്ക് നീതി വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളുമായി രംഗത്തിറങ്ങണം. സഭയിലും ശക്തമായി ശബ്ദമുയർത്തണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. വളരെ മോശമാണ്. ഞാൻ ബസിന്റെ ഓണറും കൂടിയാണ്. ഇപ്പൊ എന്റെ 2 ജീവനക്കാരെ ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ്. ശേഷം ഞാൻ എന്റെ മകനെ അവനെ കണ്ടക്ടർ ആക്കിയേക്കാം. കണ്ടക്ടർ ലൈസൻസ് എടുത്ത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. അപ്പൊ 2 ജീവനക്കാരുടെ കഴിഞ്ഞ ടൈമുകളിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഇത് വളരെ രൂക്ഷമായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ടാക്സ് എടുക്കാനും ഡീസൽ അടിക്കാനൊക്കെ പൈസ ഒരു പരിമിതിയില്ലേ എല്ലാത്തിനും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാലും കുന്നാണെങ്കിലും എടുക്കുമ്പോ കൊഴിഞ്ഞു പോകൂലേ, ആ ഒരു ഇതിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു ലൈസൻസ് കൊള്ളാന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. മുന്നോട്ട് പോയാൽ ഇത് നിന്നു പോകും, ഈ പ്രസ്ഥാനം നിന്നു പോകും. പല ആട്ടും കൂടെ കോഴിക്കോടൊക്കെ ആക്കി വയ്ക്കേണ്ടി വരും. സമരം നടത്തിയത് എത്രത്തോളം വിജയിക്കും അറിയില്ല. ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എത്രയോ പേര് ഇതിൽ നിന്ന് അരി വാങ്ങിച്ചു പോണ കുടുംബം പോറ്റാനേ എത്രയോ ജീവനക്കാരായി പ്രൈവറ്റ് വണ്ടിനെ ആശ്രയിക്കണേ. അവരെല്ലാം ബുദ്ധിമുട്ടിലായേക്കാം. സർക്കാർ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സങ്കടം വളരെ സങ്കടമുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് പറയണ ബദൽ മാർഗം കാണാന്ന് പറയുന്നത് എന്താ അതിനെ പറ്റി പറയാം? അതിന്റെ മാർഗം പുള്ളി തന്നെ പറഞ്ഞു തരണം ഞങ്ങൾക്ക്. ഞങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കും? നമുക്ക് ഇതിനകത്ത് ഈ കള്ളക്കടത്ത് നടത്താൻ പറ്റുമോ? പറ്റില്ല. വേറെ എന്താ പറയാ, മദ്യശാല നടത്താൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ അതിനൊരു മാർഗം എന്താണെന്ന് പുള്ളി തന്നെ ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരിക്കും.